സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നു? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കേണ്ടതിന് എല്ലാ രീതിയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് അവൻ്റെ പദ്ധതികളും അവൻ്റെ ആലോചനകളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലുള്ളതായ ഒരു വചനം വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു രാജാവിനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേര് ബെൽഷസർ. ആ കാലത്ത് ബാബിലോൺ രാജ്യമെന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായതായിരുന്നു. അതുപോലെ സകല രാജ്യങ്ങളും ആ രാജ്യത്തിന് കീഴ്പ്പെട്ടിരുന്നു. അതുപോലെ ആ രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ ആയിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ദൈവം തന്നെയാണ് ആ അധികാരം അവർക്ക് കൊടുത്തതെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും അധികാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം കാരണമാണ് ലഭിച്ചിരിക്കുന്നതെന്നും ദൈവം ആ കാലത്ത് രാജാക്കന്മാരെ ഉപദേശിച്ചു പോന്നു. ഓരോരുത്തരെയും സ്ഥിരപ്പെടുത്തുന്നത് ദൈവമാണ്. അതുപോലെ ഓരോ വ്യക്തികളെയും മാറ്റുന്നത് ദൈവമാകുന്നു എന്നറിയാൻ കഴിയും. സ്വർഗത്തിൽ നിന്ന് അനുവദിക്കാത്ത ഒരു അധികാരവും മനുഷ്യന് ലഭിക്കുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഉയർത്തുമെന്നും ദൈവം താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുമെന്നും അതുപോലെ ആർക്കാണ് അധികാരം കൊടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അധികാരം കൊടുക്കുമെന്നും എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ എല്ലാ അധികാരത്തിനും മേലായിട്ടുള്ള സർവാധികാരിയായ ദൈവം ഒരുവനുണ്ട്. അവൻ ഈ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച ദൈവമാകുന്നു, സകലത്തെയും ഭരിക്കുന്ന ദൈവമാകുന്നു. അവൻ എപ്പോഴും സ്വർഗീയ സിംഹാസനത്തിൽ ആയിരിക്കുന്നു. അവന്റെ അനുവാദം കൂടാതെ ഒന്നും നടക്കുകയില്ല. അതാത് സമയങ്ങളിൽ ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അധികാരത്തെ കൊടുക്കുന്നു, ഭരണത്തെ കൊടുക്കുന്നു, രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് നീ മറന്നു പോകരുത് എന്ന് നെബൂഖദ്നേസർ എന്ന രാജാവിനോട് ദൈവം ആഹ്വാനം ചെയ്തു. നിന്റെ കഴിവുകൊണ്ടോ നിന്റെ ശക്തി കൊണ്ടോ നീ സ്ഥാപിച്ചതായ നിന്റെ രാജ്യത്തെ കണ്ടുകൊണ്ടോ നീ എന്നെ മഹത്വപ്പെടുത്തുകയാണ്, അല്ലാതെ നീ അഹങ്കരിക്കുവാൻ പാടില്ല. നീ അങ്ങനെ അഹങ്കരിച്ചാൽ നീ പശുവിനെപ്പോലെ പുല്ല് തിന്നുമെന്ന് ആ ദിവസം ദൈവം ആ രാജാവിനോട് ശാസിച്ചു. എന്നാൽ ആ രാജാവ് ആ വിഷയത്തെ മറന്നുകൊണ്ട് അഹങ്കരിച്ചപ്പോൾ രാജ്യത്വം നഷ്ടപ്പെടുവാനിടയായി. വനത്തിൽ പോയി അവന് വസിക്കേണ്ടതായി വന്നു. എന്നാൽ ആ രാജാവ് ദൈവത്തിന്റെ വാക്കുകളെ ഓർത്തുകൊണ്ട് പിന്നീട് പശ്ചാത്തപിച്ചതായ സന്ദർഭത്തിൽ അവന്റെ രാജ്യത്തെ, രാജാവിന്റെ അധികാരത്തെ വീണ്ടെടുക്കുവാൻ ഇടയായി. ഇവയെല്ലാം നന്നായി അറിയാവുന്ന വ്യക്തിയാണ് ഈ ബെൽഷസർ. ആ രാജകുടുംബത്തിൽ നിന്ന് വന്നതായ ഈ ബെൽഷസർ ഇപ്പോൾ രാജാവായിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? തനിക്ക് അധികാരം നൽകിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കണം. തന്നെ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം. നോക്കൂ, ഈ ദിവസം നാം ഒരു ജോലി ചെയ്യുന്നുവെങ്കിലും ഒരു വ്യാപാരം ചെയ്യുന്നുവെങ്കിലും ഇന്ന് നാം ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണെന്ന് എത്ര ആളുകൾ വിശ്വസിക്കുന്നു? ഈ ലോകത്ത് പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന വിഷയം നിങ്ങൾക്ക് അറിയാമോ? പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കുവാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ അവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കും. ദൈവം സർവാധികാരി ആയിരിക്കുന്നു എന്ന വിഷയം മറന്നുകൊണ്ട് ദൈവത്തോട് മറുതലിക്കുകയാണെങ്കിൽ, ദൈവത്തെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ, നിന്റെ ഇഷ്ടമുള്ളതുപോലെ തന്നെ നീ ജീവിച്ചു പോയാൽ എന്തു സംഭവിക്കുമെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ബെൽഷസറിനെ ദൈവം ഒരുപാട് സ്നേഹിച്ച് അധികാരത്തെ കൊടുത്തു. എന്നാൽ തന്റെ അധികാരത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് ഒരു വലിയ വിരുന്ന് സംഘടിപ്പിച്ചു. ഒരുപക്ഷെ അത് പുതുവത്സര ആഘോഷമായിരിക്കാം, ഒരു ജന്മദിന ആഘോഷമായിരിക്കാം. അതെന്തുതന്നെയായാലും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 1000-ഓളം ആളുകളെ, തൻ്റെ പത്നിമാരെയും ഉപപത്നിമാരെയും എല്ലാവരെയും സംഘടിപ്പിച്ച് ഒരു വലിയ വിരുന്നു കൊടുക്കുകയാണ്.
തൻ്റെ അധികാരത്തെ കണ്ടുകൊണ്ട്, തൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ആർഭാടം ചെയ്യുകയാണ്. തൻ്റെ ഭാര്യമാരെ എല്ലാം കൂട്ടി, വെപ്പാട്ടിമാരെ എല്ലാം കൂട്ടി വിരുന്നു കൊടുക്കുന്നു. ആ വിരുന്നിൽ അത് സാധാരണ വിരുന്നല്ല, മദ്യത്തിൻ്റെ വിരുന്നും കൂടിയായിരുന്നു. അതും ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അതിൽ വീഞ്ഞൊഴിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഞ്ഞു കുടിക്കുന്നവരുടെ പാർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മദ്യപിക്കുന്നവരുടെ പാർട്ടി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുവാനിടയാകും. അവർ ലഹരി പിടിച്ചിട്ട് തങ്ങൾക്കിഷ്ടമുള്ളതുപോലൊക്കെ സംസാരിക്കും. സ്ത്രീകളും പുരുഷന്മാരും കൂടിച്ചേർന്ന് മദ്യപിച്ച് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ ഇന്നുണ്ട്. പുതുവത്സര ആഘോഷമെന്നൊക്കെ പറഞ്ഞ് അനേകം ആളുകൾ ക്ലബ്ബുകളിലും പബ്ബുകളിലും ഹോട്ടലുകളിലുമൊക്കെ തിന്ന് കുടിച്ച് മദ്യപിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എത്ര ദുഃഖകരമാണ്! നിന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്നും നിന്നെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ടെന്നും നിനക്ക് ആയുസ്സും ആരോഗ്യവും തന്നിരിക്കുന്ന ആ ദൈവത്തെ സ്തുതിക്കണമെന്നുമുള്ള വിഷയം എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഈ ബെൽഷസർ അമിതമായിട്ട് മദ്യപിച്ച് അവൻ ഉല്ലസിക്കുകയാണ്. ദൈവത്തിൻ്റെ കോപം ബെൽഷസിന് നേരെ ജ്വലിച്ചു. ആ വിരുന്ന് നടക്കുന്ന സമയത്ത് തന്നെ ഒരു കൈപ്പത്തി വന്നിട്ട് ആ ഭിത്തിയുടെ മേൽ ഒരു വാക്ക് എഴുതാനിടയായി. അതിതായിരുന്നു: മെനെ മെനെ തെക്കേൽ ഉഫർസീൻ. ആ കൈയെഴുത്ത് നോക്കിയതായ സമയത്ത് രാജാവിന് എഴുതിയിരിക്കുന്ന ഭാഷ മനസ്സിലായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖം ദുഃഖം കൊണ്ട് നിറഞ്ഞു. അവൻ്റെ കൈകാലുകൾ വിറയ്ക്കുവാനായിട്ട് തുടങ്ങി. അവൻ്റെ ലഹരി ഇറങ്ങിപ്പോയി. പറയുവാൻ കഴിയാത്ത ഒരു ഭയം അവനിൽ ഉളവായി. അതെന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ ഇത് ദൈവത്തിൻ്റെ കരമാണെന്ന് അവൻ തിരിച്ചറിയുവാൻ ഇടയായി. ആ ഭാഷ മനസ്സിലാക്കുന്നതിനു വേണ്ടി തൻ്റെ രാജ്യത്തിലുള്ള ജ്യോതിഷിമാരെയും അതുപോലെ ജ്ഞാനികളെയും വിളിച്ചുകൂട്ടി അത് വായിക്കുവാനായിട്ട് പറഞ്ഞു. എന്നാൽ ആ ഭാഷ ആർക്കും തന്നെ മനസ്സിലായില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനായ ദാനിയേലിന് കത്തയച്ചിട്ട് ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് പറയുവാൻ രാജാവ് അപേക്ഷിച്ചു. ദാനിയേൽ കടന്നു വന്നിട്ട് പറഞ്ഞു: ബെൽഷസർ, ഇത് ദൈവത്തിൻ്റെ കരമാണ്. ഈ എഴുതിയിരിക്കുന്നത് നിനക്ക് എതിരായിട്ടുള്ള രേഖയാണ് എന്ന് പറഞ്ഞ് വിവരിച്ചു കൊടുത്തു. നിന്റെ പിതാവായ നെബൂഖദ്നേസർ എങ്ങനെയാണോ ദൈവത്തോട് മറുതലിച്ച് മൃഗത്തിനെപ്പോലെ പുല്ലു തിന്നത്, അതിനുശേഷം അനുതപിച്ചപ്പോൾ വീണ്ടും രാജ്യത്വത്തെ നേടിയെടുത്തു എന്നുള്ള വിഷയം നീ അറിയുന്നില്ലേ? ഈ ബാബിലോൺ സാമ്രാജ്യത്തെ ദൈവം തന്നെയാണ് കാത്തുരക്ഷിക്കുന്നത് എന്നുള്ള വിഷയം നിനക്ക് നന്നായി അറിയാം. എന്നാൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ വിരുന്ന് സംഘടിപ്പിച്ച് മദ്യം കുടിച്ചുകൊണ്ട് നിന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ച് വഴി നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ വായിക്കാം. അവന്റെ മകനായ ബെൽഷസരെ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി. അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടിമാരും അവയിൽ വീഞ്ഞുകുടിച്ചു. കാൺമാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്നു, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ലു എന്നിവ കൊണ്ടുള്ളതായ ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ, ആ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. പ്രിയ സഹോദര സഹോദരി, ജാഗ്രത! നിന്റെ ജീവനും നിന്റെ മാർഗങ്ങളും ഏതു ദൈവത്തിന്റെ കരത്തിൽ ആയിരിക്കുന്നു എന്നുള്ള വിഷയം നീ തിരിച്ചറിയണം. നിന്നെ സൃഷ്ടിച്ചതും നിനക്ക് അധികാരവും നിനക്ക് സമാധാനവും സന്തോഷവും പദവിയും നൽകിയിരിക്കുന്ന സൃഷ്ടികർത്താവിനെ മറന്ന് നിന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വരുവാനിടയാകും. ഇവിടെ ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അവയിൽ വീഞ്ഞൊഴിച്ച് കുടിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ആരെങ്കിലും ആ മന്ദിരത്തെ നശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവനെയും നശിപ്പിക്കുമെന്ന് പറയുന്നു. ഈ ദിവസം നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്നു എന്ന വിഷയം നിനക്ക് അറിയാമോ? ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും നൽകി നമ്മുടെ ഹൃദയത്തിൽ അവൻ നിവസിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
അവൻ ആയിരിക്കേണ്ട സ്ഥലത്ത് നീ മറ്റെന്തിനെയെങ്കിലും സ്ഥാപിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകില്ല, സംതൃപ്തി ഉണ്ടാകില്ല. മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കാതെ പണത്തിനോ സ്വത്തിനോ സമ്പത്തിനോ സന്തോഷത്തിനോ ആഡംബരങ്ങൾക്കോ ലോകകാര്യങ്ങൾക്കോ ഇടം കൊടുക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തതിന്റെ കാരണം. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. നിന്റെ ശരീരത്തെ ദൈവത്തിനു വേണ്ടി നീ സമർപ്പിക്കേണ്ടതാണ്. നീ എത്ര അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നീ ഓർക്കുന്നുണ്ടോ? എത്രയോ അനുഗ്രഹങ്ങളും നന്മകളുമാണ് ദൈവസന്നിധിയിൽ നിന്ന് നീ പ്രാപിക്കുന്നത് എന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? നിനക്ക് ഏത് അധികാരമുണ്ടെങ്കിലും, ഏത് കമ്പനിക്കാർ നൽകിയാലും, ഏത് ഭരണാധിപന്മാർ നൽകിയാലും അവയെല്ലാം തന്നെ ദൈവത്താൽ സംഭവിച്ചതാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? നീ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും അവയെല്ലാം തന്നെ ദൈവം നൽകിയതാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ദൈവത്തിന്റെ കൃപയാണ് എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് തോന്നിയതുപോലെ തന്നെ ജീവിക്കാൻ മറ്റൊരു വർഷം കൂടി കിട്ടിയിരിക്കുന്നു. എന്റെ ഇഷ്ടപ്രകാരം പാപം ചെയ്ത് മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയാണിത്, പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഭോഷനെ പോലെ ചിന്തിക്കുന്നുണ്ടോ? അയ്യോ, എങ്കിൽ ദൈവത്തിന്റെ മഹാകോപം നിന്റെ മേൽ വരാനിടയാകും. നിന്റെ ശരീരം ദൈവം നൽകിയിരിക്കുന്ന മന്ദിരമാണ്. അത് വിശുദ്ധമായതാണ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുക്കുമ്പോൾ നമ്മളുടെ ജീവിതം അത് വളരെ ഉത്തമമായി തീരും. ഇന്ന് അനേകം ആളുകൾ പിശാചിന് തങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തതുകൊണ്ട് ദുഷ്ടപ്രവൃത്തികളാൽ നിറഞ്ഞവരായിരിക്കുന്നു. അഹംഭാവവും നിഗളവും അവിവേകവും പിണക്കവും കലഹവും പാപപ്രവൃത്തികൾക്ക് ഇടം കൊടുത്തുകൊണ്ട് താൽക്കാലികമായ സന്തോഷം പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതാണ് ജീവിതമെന്നാണോ? ഒരു ധനവാന് ഒരുപാട് ഫലം ലഭിക്കാനിടയായി. എനിക്ക് ഒരുപാട് വിളവ് ലഭിച്ചിരിക്കുന്നു, ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ വീണ്ടും കളപ്പുരകൾ നിർമ്മിച്ചുകൊണ്ട് വിളവെല്ലാം കൂട്ടിവെക്കാനിടയാകും. ഞാൻ എൻ്റെ സമ്പത്തെല്ലാം കൂട്ടിവെച്ചിട്ട് ഞാൻ പറയും, എൻ്റെ മനസ്സിനോട് നീ സന്തോഷിക്കുക, ആനന്ദിക്കുക എന്ന് പറയുമെന്ന് അവൻ ഹൃദയത്തിൽ വിചാരിച്ചു. നല്ല വിളവ് ലഭിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയല്ലേ? സമയത്ത് മഴ ലഭിച്ചതുകൊണ്ടല്ലേ സംഭവിച്ചത്? കീടങ്ങൾ വരാതെ ദൈവം സംരക്ഷിച്ചല്ലോ. എല്ലാ രീതിയിലും ദൈവത്തിന് അനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ വിളവ് ലഭിക്കുവാനിടയായത് എന്ന് പറഞ്ഞ് നന്ദിയോടെ ആയിരിക്കേണ്ടതിന് പകരമായി ഇത് എൻ്റെ അധ്വാന ഫലമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സമ്പത്താണ് എന്ന് പറയുകയാണ്. അനേകം വർഷങ്ങൾ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം എല്ലാം ഇപ്പോൾ എനിക്ക് ഉണ്ടായിരിക്കുന്നതുകൊണ്ട് എൻ്റെ പ്രാണനോട് തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക എന്ന് ഞാൻ പറയുമെന്ന് പറയുന്നു. എന്നാൽ ദൈവം എന്താണ് അവനോട് പറയുന്നത്? മൂഢ, ഈ രാത്രികാലം നിന്റെ ജീവനെ ഞാൻ എടുക്കുകയാണെങ്കിൽ നിന്റെ സമ്പാദ്യം എല്ലാം ആർക്കു പോകും? ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചതെല്ലാം ആർക്കു പോകും? എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് നിഗളിക്കുകയാണോ? നീ അഹങ്കരിക്കുകയാണോ ചെയ്യുന്നത്? നിന്റെ സൗന്ദര്യം മരണത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുമോ? നിന്റെ സമ്പത്ത് മരണത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുമോ? നിന്റെ സ്വത്തുക്കൾ നിന്റെ അന്ത്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുമോ? എത്രയോ ധനവാന്മാർ മരിച്ചു പോകുന്നു. എത്രയോ ആരോഗ്യമുള്ള ബലവാന്മാർ ആകസ്മികമായി മരിച്ചു പോകുന്നു. എത്രയോ സൗന്ദര്യമുള്ള ആളുകൾ വലിയ വലിയ അപകടങ്ങളിൽ പെട്ടതിനു ശേഷം അവരുടെ രൂപവും സൗന്ദര്യവുമെല്ലാം മാറിപ്പോകുന്നു. ഇതിന് എത്ര സമയം വേണം? ഇന്നു കണ്ട് നാളെ മാഞ്ഞു പോകുന്നതാണ് നമ്മുടെ ആയുസ്. കർത്താവിനെ സ്തുതിക്കുക. അതല്ലാതെ നിനക്കെല്ലാമുണ്ട്, നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് പറയരുത്. ഈ രാത്രി ഞാൻ നിന്റെ പ്രാണനെ ചോദിക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചത് എല്ലാം ആരുടേതാകും? ഈ ബെൽഷസറിനോട് ദാനിയേൽ പറയുകയാണ്, ബെൽഷസർ, നിന്റെ പ്രാണനും നിന്റെ മാർഗവും ഏത് ദൈവത്തിന്റെ കയ്യിലാണോ ആയിരിക്കുന്നത് അവനെ നീ മഹത്വപ്പെടുത്തുന്നില്ല. ഈ ദിവസം ദൈവം നിന്നോട് സംസാരിക്കുന്നു. നിന്റെ ജീവനും നിന്റെ മാർഗവും നിന്റെ സകല ഭാവിയും സകലതും ഏത് ദൈവത്തിന്റെ കയ്യിലാണോ ഇരിക്കുന്നത് ആ ദൈവത്തെ നീ മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ, അവന് സമ്പൂർണമായി സമർപ്പിക്കുന്നില്ല എങ്കിൽ, അയ്യോ നിനക്ക് കഷ്ടം. എന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവിന്റെ കയ്യിലാണ് ഞാൻ ആയിരിക്കുന്നത്. പാപത്തിൽ വീണ് നശിച്ചു പോകുന്ന എന്നെ വിടുവിച്ചതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവന്റെ സംരക്ഷണത്തിലാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങപ്പെട്ടവനായ കൊണ്ട് എൻ്റെ ശരീരത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള വിഷയം മറന്ന് തന്നിഷ്ടപ്രകാരം ജീവിച്ച് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ കോപം നിന്റെ മേൽ വരുന്നതിന് മുൻപ് തന്നെ കർത്താവിലേക്ക് നീ പൂർണ്ണമായി സമർപ്പിക്കുക.
ഇതാ കർത്താവെ എൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് കർത്താവിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക. കർത്താവെ, നിന്റെ ഹിതം എന്നെ അറിയിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട് അപേക്ഷിക്കുക. അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരും. നിന്നെ അനുഗ്രഹിക്കുവാനും നിന്നെ ഉന്നത സ്ഥിതിയിലേക്ക് എത്തിക്കുവാനും നിന്നെ ബലപ്പെടുത്തുവാനും എല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ കർത്താവിനെ സ്തുതിക്കുക, അവന് സ്തുതിയും മഹത്വവും കരേറ്റുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞതായ ഭക്തനെപ്പോലെ ദൈവം ചെയ്ത നന്മകൾ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അല്ലെങ്കിൽ അന്ന് ബെൽശസ്സറിനോട് പറഞ്ഞ വാക്കുകൾ തന്നെ നിന്നോടും കർത്താവ് പറയുവാനിടയാകും. മെനെ മെനെ തെക്കേൽ ഉഫർസീൻ. അതിന്റെ അർത്ഥമെന്താണ്? കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്നു വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്നു വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്നു വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും അത് കൊടുത്തിരിക്കുന്നു. ആ വാക്കുകളുടെ അർത്ഥമെന്താണ്? നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജ്യത്തെയും അധികാരത്തെയും മറ്റൊരുവന് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അസഹ്യനായ ദൈവം പറയുകയാണ്, നിനക്ക് എത്രയോ നന്മകൾ ഞാൻ ചെയ്യാനിടയായി, എന്നാൽ നീ നന്ദിയുള്ളവനല്ല. നിനക്ക് എത്രയോ അധികാരം ഞാൻ നൽകാനിടയായി, എന്നാൽ നീ അവയെല്ലാം ദുരുപയോഗം ചെയ്തു. ഏതെല്ലാം രീതിയിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, എന്നാൽ നീ എന്നോട് മറുതലിച്ചിരിക്കുന്നു, എന്നെ മറന്നിരിക്കുന്നു. അതുകൊണ്ട് നീയുമായിട്ട് എനിക്ക് ഇനിയും ബന്ധമില്ല എന്ന രീതിയിൽ നമുക്കിവിടെ കാണാൻ കഴിയും. എണ്ണി നോക്കി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. എണ്ണി നോക്കിയിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരുമായി അക്കൗണ്ട് ക്ലോസ്, അതായത് എനിക്കും നിനക്കും തമ്മിൽ ബന്ധമില്ല എന്നാണ് അർത്ഥം. നിന്നെ തുലാസിൽ തൂക്കിയപ്പോൾ കുറവുള്ളവനായി കണ്ടു. ദൈവം ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും ഒരു തട്ടിൽ വെച്ചിട്ട് നീ എന്റെ മുമ്പിൽ പ്രവർത്തിച്ച പ്രവൃത്തികളെല്ലാം മറുതട്ടിൽ വെച്ച് നോക്കിയപ്പോൾ കുറവുള്ളതായിട്ട് കണ്ടു. എത്രയോ നന്മകൾ ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടും ഒരു നന്ദിയുമില്ലാത്തവനായിട്ട് നീ ജീവിച്ചു വരുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനേകം നന്മകൾ പ്രാപിക്കുന്നു, എന്നാലും ദൈവത്തിന് നന്ദിയും സ്തുതിയും കരേറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കുന്നില്ല. ദൈവത്തിന്റെ കൃപയും കരുണയും ഒന്നും തന്നെ അവൻ തിരിച്ചറിയുന്നില്ല. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലും എത്രത്തോളം ദൈവത്തെ മുഷിപ്പിച്ചാലും, നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ചാലും, നിന്റെ ശരീരത്തെ അശുദ്ധമാക്കി മാറ്റിയാലും, ഒരുപാട് വർഷങ്ങളായിട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്. നിന്റെ കണക്കുകൾ തീർക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം എന്തായിട്ട് മാറും? നിന്നെ ത്രാസിൽ വെച്ച് തൂക്കി നോക്കിയാൽ നീ കുറവുള്ളവനായി തീരുമോ? ഓർക്കുക സഹോദര സഹോദരി, ഇപ്പോഴെങ്കിലും നീ പശ്ചാത്തപിക്കുകയാണെങ്കിൽ എന്റെ കർത്താവ് നിന്നോട് മനസ്സലിവ് കാട്ടുവാൻ മതിയായ ദൈവമാണ്. നീ എന്റെ മുൻപിൽ നന്ദിയുള്ളവനായി വിശ്വസ്തയുള്ളവനായി അല്ലാത്തതുകൊണ്ട് നിന്റെ അധികാരത്തെ നന്മകളെ എല്ലാം എടുത്ത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ കൊടുക്കുവാനിടയാകും എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ദൈവകോപം വരുന്നതിന് മുൻപേ കർത്താവിന്റെ പാദങ്ങൾ പിടിക്കാം. ദാനിയേൽ എപ്പോഴാണോ ഈ അർത്ഥത്തെ ബെൽശസ്സറിന് വിവരിച്ചു കൊടുത്തത്, അപ്പോൾ ബെൽശസ്സർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ പശ്ചാത്തപിക്കുകയാണ്, അനുതപിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഫലം മറ്റൊരു രീതിയിലാകുമായിരുന്നു. എന്നാൽ ബെൽശസ്സർ എന്താണ് ചെയ്തത് നോക്കൂ. അപ്പോൾ ബെൽശസ്സറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി. എന്തു ചെയ്തു? ദാനിയേലിന് വിശേഷ വസ്ത്രം കൊടുത്തു, പൊന്മാല ധരിപ്പിച്ചു. എന്നാൽ ദൈവത്തിന്റെ വാക്കുകളെ അവൻ ചെവിക്കൊണ്ടില്ല. ബൈബിളിൽ പറയുന്നു, ആ രാത്രി തന്നെ അവൻ മരിക്കുവാനിടയായി എന്ന്. ജാഗ്രത! ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരുന്നതിന് മുൻപ് തന്നെ, നമ്മുടെ കണക്ക് നോക്കി തീർക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നിരപ്പ് പ്രാപിക്കാം. എത്രയോ പ്രാവശ്യം നീ അവനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, എത്രയോ തവണ കർത്താവിനോട് മറുതലിച്ചിട്ടുണ്ട്, എത്രയോ തവണ ദൈവം ചെയ്ത നന്മകൾ മറന്നുകൊണ്ട് നിന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നീ ജീവിച്ചുവോ? എത്രയോ തവണ ദൈവത്തിന്റെ നന്മകളെല്ലാം മറന്ന് അവനോട് നന്ദിയില്ലാത്തവനായിട്ട് ആയിരിക്കുന്നുവെങ്കിൽ ഈ ഒരു തവണ അവ തിരിച്ചറിഞ്ഞ് അനുതപിക്കുകയാണെങ്കിൽ ദൈവം തന്റെ മനസ്സിനെ മാറ്റിക്കൊണ്ട് നിന്നോട് ക്ഷമിക്കുവാൻ ഒരുക്കമായിരിക്കുന്നു. അതുകൊണ്ട് അന്ന് നമ്മുടെ പാപത്തെയെല്ലാം കാൽവരി ക്രൂശിൽ ചുമന്നതുകൊണ്ട് ഇന്ന് നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാനായി മതിയായവനാകുന്നു. അതുകൊണ്ട് ഇനിയും അല്പം പോലും താമസിക്കാതെ ഇപ്പോൾ തന്നെ എന്നോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ഏകീഭവിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അനുതപിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, എത്രയോ നന്മകൾ നിങ്ങളിൽ നിന്ന് പ്രാപിച്ചിട്ടും ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് ഞങ്ങളുടെ സൃഷ്ടികർത്താവിനെ ഞങ്ങൾ മറന്നുകൊണ്ട് തിന്നും കുടിച്ചും ഉല്ലസിച്ചും ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കും, എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യം
ഈ ലോകമാണ് ശാശ്വതം എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നിന്നെ മറന്ന് നിന്നെ ദുഃഖിപ്പിക്കുന്ന എല്ലാ വ്യക്തികളോടും മനസ്സലിവ് കാണിക്കണമേ. ഇപ്പോൾ തന്നെ നിനക്കെതിരായി പ്രവർത്തിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകളെ, നിന്റെ ഹിതപ്രകാരമല്ലാതെ ജീവിച്ച് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയവരെ, ഈ സമയം ആ വ്യക്തികളോടെല്ലാം നീ മനസ്സലിവ് കാട്ടുമാറാകണമേ. നിന്റെ കോപം അവരുടെ മേൽ വരുന്നതിന് മുൻപ് തന്നെ നിന്റെ പാദങ്ങളിലേക്ക് വീഴുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ഏകീഭവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടും മനസ്സലിവ് കാണിക്കണമേ. നിന്റെ കോപത്താൽ അവരെ ദുഃഖിപ്പിക്കാതെ അവരെ തകർച്ചയിൽ നിന്ന് നീ വീണ്ടെടുക്കുമാറാകണമേ. നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി ഈ കാര്യപരിപാടി വീക്ഷിക്കുന്ന എല്ലാ വ്യക്തികളെയും സഹായിക്കണമേ. കൃപ കാണിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ജീവനോടെയായിരിക്കുന്നെങ്കിൽ അത് കേവലം ദൈവത്തിന്റെ കൃപ മാത്രമാണ്. നാം എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണെന്ന് ഒരു നാളും മറന്നു പോകരുത്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളെ അവൻ വില കൊടുത്ത് വാങ്ങിയതാണ്, നിങ്ങൾ അവന്റെ സ്വത്താണ് എന്നും മറക്കരുത്. പാപം ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ളതുപോലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ലോകകാര്യങ്ങളിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാം എന്ന് ചിന്തിച്ച് ദൈവത്തെ ദുഃഖിപ്പിക്കാതെ നിങ്ങളുടെ സ്ഥിതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അനുതപിക്കൂ. അപ്പോൾ കർത്താവ് നമുക്ക് പുതിയൊരു ഹൃദയവും പുതിയ ജീവിതവും നൽകും. ഫലഭൂഷ്ടിയുള്ളവരായിട്ട് നമുക്ക് തീരുവാനും കഴിയും. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവന്റെ വിശുദ്ധ വേദപുസ്തകം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുക. നിങ്ങൾ അകത്തേക്ക് വരുമ്പോഴും വെളിയിലേക്ക് പോകുമ്പോഴും ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അവനോട് അപേക്ഷിക്കുക. യേശു രക്ഷകനാണെന്നും സത്യ ദൈവമാണെന്നും നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കും അറിയിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പതിവ് തെറ്റിക്കാതെ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു ചെന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ മക്കളുമായി ചേർന്ന് കർത്താവിനെ ആരാധിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുക. എല്ലായ്പ്പോഴും സകല മഹത്വവും പുകഴ്ചയും കർത്താവിന് തന്നെ അർപ്പിച്ചുകൊണ്ട് അവന്റെ കൃപയിൽ മുൻപോട്ട് പോകുന്നതിനു വേണ്ടി, കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി ദൈവത്തിന്റെ സഹായത്തിനായി അഭ്യർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിങ്ങളെക്കുറിച്ച് വലിയ ആലോചനകളുണ്ട്. അവന്റെ ഹിതത്തെ അറിഞ്ഞുകൊണ്ട് അവന്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ നിങ്ങൾ നന്മ പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും, ഉയർത്തപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വിവരങ്ങളും ഞങ്ങളെ അറിയിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കത്തോടെയായിരിക്കുന്നു. പലവിധ ചാനലുകളിലും പലവിധമായ ഭാഷകളിൽ കാൽവരി ദർശനം എന്ന പ്രോഗ്രാം സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഈ ശുശ്രൂഷകളിൽ ഭാഗവക്കാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സംഭാവനയും സഹായങ്ങളും ഓൺലൈനിൽ കൂടി DDMOയിൽ കൂടി ഞങ്ങൾക്ക് അയച്ചു തരുവാൻ കഴിയും. നിങ്ങൾ അയക്കുന്ന സഹായങ്ങൾ വിശ്വസ്തയോടെ അവന്റെ നാമത്തിൽ ഉപയോഗിക്കുന്നു. അനേക രീതിയിൽ നിങ്ങൾക്കും പ്രതിഫലം ലഭിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 08939393939 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എന്തു ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണോ? ഭാവി എന്തായിത്തീരുമെന്ന ആകുലതയിൽ ആയിരിക്കുകയാണോ? പലവിധമായ ഭയത്താലും നിരാശയിലും ആയിരിക്കുകയാണോ? പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്ന് അറിയുവാൻ കഴിയാതെ തകർന്നിരിക്കുകയാണോ? മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അരുത്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ ആലോചനകളും പദ്ധതികളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആരും നശിച്ചു പോകുവാൻ ഇഷ്ടമില്ലാത്തതായ കർത്താവ് നിങ്ങൾ അവന്റെ സാക്ഷികളായിട്ട് ജീവിക്കണമെന്നും അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഫോൺ ചെയ്യുക, ഇമെയിൽ അയക്കുക, കത്തയക്കുക, SMS അയക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോഴേ ദൈവം നൽകുന്ന സമാധാനത്തെ നിങ്ങൾക്കും പ്രാപിക്കാൻ കഴിയൂ. ഇനി ഒരു നിമിഷം പോലും ദൈവത്തിൽ നിന്നകന്ന് അവനെ വിട്ടുമാറി മുൻപോട്ട് പോകാതെ അവന്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് അവനോടൊപ്പം പോകാം. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും,
നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ